ഞാൻ സൗമ്യ. സ്കോർ 680 ആണ്. 3 വർഷമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇമാജിൻ ചെയ്ത ഒരു സ്റ്റേജാണ്. ഫസ്റ്റിന് പറയുകയാണെങ്കിൽ ഇവർ രണ്ടാളും പിന്നെ എൻ്റെ ചേച്ചിയും ഇവരില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. കാരണം ഇതുവരെ എന്നെക്കൊണ്ട് എന്ത് പറ്റില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റും ഈ ചെയ്തോന്നല്ലാണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഈ സ്ട്രെസ്സൊക്കെ എടുക്കുമ്പോൾ എന്നെക്കൊണ്ട് വൈക്കം ചോദിക്കുമ്പോൾ അനക്കിങ്ങനെ ഒരു ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിന് ഞാനും അച്ഛനും കൂടി നോക്കും. അത്രയും അടിപൊളിയുണ്ട് പാരൻസ്. ഒരില്ലെങ്കിൽ ഒന്നും ആവാൻ പറ്റില്ല. പിന്നെ എൻ്റെ ചേച്ചി വെറുതെ എന്നോട് ചൂടാവുക ചെയ്യുക, എന്തെങ്കിലും ടെൻഷൻ പറഞ്ഞാൽ ചൂടാവും. പക്ഷേ ആ ചൂടായി പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായിണ്ടാവും എന്താ എടുക്കാനുള്ളതെന്ന്. അത്രയും അടിപൊളിയാണ് പാരൻസ്. പിന്നെ പറയുകയാണെങ്കിൽ എഫ് സാറ്, അമ്മ എപ്പോഴും എന്നോട് പറയും അനക്ക് എഫ് സാർ കുറേ ചെയ്തു തരുന്നുണ്ട്, അതിന് തിരിച്ചു കൊടുക്കണം എൻ്റെ മാർക്കിലൂടെ മാത്രമാണ് എപ്പോഴും അമ്മ പറയും. അത് സാധിച്ച് പറ്റിയ സന്തോഷമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ പാരൻസിനെ പ്രൗഡാക്കുക എന്നുള്ളതാണ്. ഒരു നല്ല പ്രൗഡാണ് ഇപ്പോൾ. കാരണം എൻ്റെ ഫാമിലി ഒരു ഡോക്ടർ പോലും ഇല്ല. അപ്പോൾ പിന്നെ ഫാമിലിൻ്റെ ഫസ്റ്റ് MBBS ഡോക്ടർ ആകാൻ പറ്റി എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം അത് ഫാമിലി മൊത്തം നമ്മളെ ലീഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനെ ചെയ്തു നോക്കി നന്നാവും. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ പാരൻസ് അമ്മയെ വിളിച്ച് പറഞ്ഞു ഓളെ വിടാൻ പറഞ്ഞു. അങ്ങനെ ഒരു മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ അവിടെ വീട്ടിലൊന്നും ആർക്കും ഈ ഒരു ഫീൽഡിൽ ആരുമില്ല. അപ്പോൾ പറയാനൊന്നും ആരില്ല. എനിക്ക് പിന്നെ അവിടെ വന്നു. പിന്നെ ഇവിടുന്ന് എഫ് സാറെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഇവിടെ എത്തി. അങ്ങനെ നല്ലത്. പിന്നെ സാറുമാരെ പറ്റി പറയാണ്ടിരിക്കാൻ വയ്യ. എല്ലാവരും എൻസൽ സാറും SKB CR സാറ് ZM MK സാറ് ഒക്കെ നല്ല സഹായിച്ചിരിക്കണം. കുറേ ഡൗട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ നീറ്റിൻ്റെ അപ്ലിക്കേഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മിക്കവാറും ഇത് റിജക്റ്റ് ആവും എന്നൊക്കെ പറയുന്നു. ആ സമയം റിജക്റ്റ് ആവും, നമുക്ക് എൻ്റെ മെയിൽ വെക്കാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീതേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നും മേടിക്കേണ്ട, പഠിച്ചോ, ബാക്കി ഞാൻ നോക്കിക്കോളാം, ഇതിൻ്റെ പിന്നാലെ ഞാൻ നടന്നോളാം, ഇനിയിപ്പോൾ എൻ്റെ കോർട്ടിൽ പോയിട്ടാണ് ഞാൻ പരീക്ഷ എഴുതിക്കും. അത് ആ ഒരു സമയത്തേക്ക് ആ ഒരു വാക്കെന്ന് പറഞ്ഞാൽ ശ്രീധരൻ്റെ അടുത്ത് കിട്ടിയൊക്കെ പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒറ്റയ്ക്കല്ല, അവരെല്ലാവരും ഉണ്ട്. ശ്രീധരനാണെങ്കിലും എഫ് സാറാണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു കൂട്ടായ്മ തന്നെയാണ് യൂണിവേഴ്സലിൻ്റെ സക്സസ് പറയുന്നത്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വീറ്റ ഇവരില്ലെങ്കിൽ ഞാൻ ഇല്ല. കാരണം എനിക്ക് ഒന്നും അറിയില്ല സത്യം പറഞ്ഞാൽ. കുറേ പൊട്ടിത്തരങ്ങളും അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. കുറേ സംശയം ഉണ്ടാവും, സംശയത്തൊന്നും കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കുന്നത്ത് ദിയായിക്ക് ഇവരൊക്കെ അങ്ങനെയും ഇരുന്നിക്കണം. ഒരു പാടൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞുതരാം, അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവരും. CP തുൽസി ഇതൊക്കെ. ഞാനാണെങ്കിൽ ഒരു ഉറക്കത്തിൻ്റെ മറ്റേ കുട്ടിയായിരുന്നു. പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. തുൽഫിയൊക്കെ ക്ലാസ്സിന് ചീത്ത അറിയലാണ്, നീക്കണ്ട, അങ്ങനെ ഒരു ഉറക്കം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടിട്ടാണ് ഇവിടെ എത്താൻ പറ്റിയത്. +1 +2 ആണെങ്കിലും അതെ, നല്ലൊരു ടീമിൻ്റെ കൂടെയാക്കി കിട്ടിയത്. പഠിക്കാൻ ആഗ്രഹമുള്ള കുറച്ച് കുട്ടികൾ പഠിപ്പിക്കാൻ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പറഞ്ഞ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. എല്ലാവരും നിലത്തിരുന്നിട്ട് വിജയ പേപ്പർ മൊത്തം. ഇപ്പോൾ കുന്നത്തിന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ പോലും ആവശ്യം ഉണ്ടാവില്ല അവർക്ക് കിട്ടാൻ. പക്ഷെ അവർ അന്ന് രാത്രി ഫുൾ ഞങ്ങളുടെ കൂടെ ഇരിക്കും ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയും അടിപൊളിയായിരുന്നു അവരൊക്കെ. അവരുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. പിന്നെ സാറുമാരാണെങ്കിലും മെൻറ്റേഴ്സാണെങ്കിലും നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ആണെങ്കിലും ഡെസ്നി ആൻറ്റി വാർഡന്മാരൊക്കെ ആണെങ്കിൽ നല്ല നോക്കിയിട്ടുണ്ട്. റെയ്ഹാനത്താത്തില്ലേ ക്ലീനിങ് സ്റ്റാഫ്, റെയ്ഹാനത്താത്തിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടി എന്തായാലും ഫ്ലെക്സിൽ ഫോട്ടോ വരണം, എൻ്റെ കുട്ടി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷുക്കൂറെ പൊട്ടിക്കാനൊക്കെ പറഞ്ഞിരുന്നു, അതൊന്നും പറ്റിയില്ല. ഒരു 680 സ്കോർ കിട്ടാൻ പറ്റി. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഇവിടെ എത്തിയത്. അതിന് നല്ല സന്തോഷമുണ്ട്. പിന്നെ നന്നായി. എനിക്ക് ഫസ്റ്റ് 534 ആയിരുന്നു സ്കോർ. അപ്പോൾ എന്തായാലും റിപ്പീറ്റ് ചെയ്യാൻ ഉറപ്പിച്ചിരുന്നു. ആ 534ക്ക് ഞാൻ എത്താൻ കാരണം യൂണിവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം എനിക്ക് അപ്പോൾ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും ആവാൻ പറ്റുകയാണെങ്കിൽ, എൻ്റെ പേര് എങ്ങനെയെങ്കിലും കേൾപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി യൂണിവേഴ്സിറ്റിൻ്റെ ബാനറിൽ തന്നെ ആവണം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല, റിപ്പീറ്റ് ചെയ്യാൻ നേരെ വന്ന് ചേർന്നു. കാരണം ഞാൻ എന്തെങ്കിലും ആവുകയാണെങ്കിൽ അത് യൂണിവേഴ്സിറ്റി ആണെന്ന് എനിക്ക് അറിയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിൻ്റെ പേരിൽ തന്നെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു. സാറിന് താങ്ക്സ്, എല്ലാവർക്കും താങ്ക്സ്. ഇനിയും എല്ലാവർക്കും നല്ല അടിപൊളിയാക്കാൻ പറ്റട്ടെ, നല്ല കോളേജ് കിട്ടട്ടെ. താങ്ക്സ്.